അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ ജോയിൻ ചെയ്യുന്നു. നേരെ അദ്ദേഹത്തിലേക്ക് തന്നെ പോവുകയാണ്. സ്വാഗതം. നമസ്തേ. എഡിറ്റേഴ്സ് ചോയ്സിലേക്ക്. ചർച്ചയുടെ ഒരു ഭൂരിഭാഗവും അങ്ങ് ഇല്ലായിരുന്നു. അതുകൊണ്ട് വളരെ നേരിട്ട് ഒരു ചോദ്യത്തിലേക്ക്. ഭാരതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യം ഇസ്രയേൽ, ഭാരതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിലെല്ലാം സഹായവുമായി എത്തിയ രാജ്യം ഇസ്രയേൽ. ഭാരതം പാകിസ്ഥാനിൽ നിന്നും പാക് സ്പോൺസേഡ് ഭീകരവാദികളിൽ നിന്നും ആക്രമണം നേരിട്ടപ്പോൾ നമുക്ക് തുണയായത് ഇസ്രയേലിൽ നിന്ന് നമ്മൾ വാങ്ങിയ ആയുധങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും. ആ ഇസ്രയേലിനെതിരെ നിരന്തരമായി നേരിട്ടുമല്ലാതെയും യുദ്ധം ചെയ്യുന്ന, ആണവ ഭീഷണി പോലും മുഴക്കുന്ന, നേരിട്ടും അല്ലാതെയും ഹൂതി, ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദ സംഘടനകൾ വഴി ശല്യം ചെയ്യുന്ന ഇറാൻ, ഈ ഭരണം ഇസ്രയേൽ എന്ന ക്യാൻസർ അതിനെ തുടച്ചു നീക്കണമെന്ന് ആഹ്വാനം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഒരു പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തി. ഒരു പക്ഷേ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ഉപമിക്കാവുന്ന രീതിയിൽ, താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ ആ രാഷ്ട്രത്തെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ചതിനെ അങ്ങ് അനുകൂലിക്കുന്നുണ്ടോ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ? പ്രദീപ്, കഴിഞ്ഞ 11 കൊല്ലത്തിന് ശേഷം ഇന്ത്യയുടെ ചരിത്രം തുടങ്ങുന്നു എന്ന് കരുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ 11 കൊല്ലത്തെ രാജ്യത്തിന്റെ ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒരു മികച്ച രാജ്യമായി തോന്നും. അല്ലാത്ത മുഴുവൻ ആളുകളെയും ഇന്ത്യയുടെ ചേരിചേരാ നയം അടക്കം ഉൾക്കൊള്ളുന്ന രാജ്യത്തെ മുഴുവൻ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രം തന്നെയാണ്. ഗസയിലെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ നിലയ്ക്കാത്ത നിലവിളി മാത്രം മതി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ തെമ്മാടി രാജ്യം എന്ന് വിളിക്കാൻ. തൊട്ട് അയൽപക്കത്തുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും ഭീഷണിയായി ഇസ്രായേലിന്റെ ആ യുദ്ധക്കൊതിയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോ ഇറാനു നേരെയുള്ള യുദ്ധത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നെതന്യാഹു ഒരു രാഷ്ട്രീയമായി ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നതാണ്, യുദ്ധം എപ്പോഴും ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവരുടെ രാജ്യത്തിനുള്ളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അയൽ രാജ്യങ്ങളിലേക്ക് നോക്കുകയും അവരുമായി യുദ്ധം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞത എന്നതാണ് പലപ്പോഴും ഭരണാധികാരികൾ കരുതി വരുന്നത്. അതിന്റെ തുടർച്ച എന്നോണമാണ് നെതന്യാഹു നിലനിൽപ്പില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ചില നിലപാടുകളിലേക്ക് പോകുന്നത്. ഇറാനു നേരെ ആക്രമണമടക്കം നടത്തുന്ന തരത്തിലേക്ക് ഒരൊറ്റ വിഷയം മതി. ഹമാസോ, ഹൂതിയോ, അതോ ഹെയ്ത്തിയോ അല്ലെങ്കിൽ ഹിസ്ബുള്ള തുടങ്ങിയിട്ടുള്ള തീവ്രവാദി പ്രസ്ഥാനങ്ങളെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനു നേരെ നടത്തുന്ന ആക്രമണത്തിന് നാം വലിയ ആവേശത്തോടു കൂടി ഓപ്പറേഷൻ സിന്ദൂറിനെ വാഴ്ത്തിപ്പാടുന്നത് പോലെ എന്തുകൊണ്ട് പലസ്തീൻ ജനതയെ, ഗസയിലെ പാവപ്പെട്ട മനുഷ്യരെ ചേർത്തു പിടിക്കാൻ ഇന്ത്യക്കാകുന്നില്ല എന്ന വ്യസനപൂർവമായിട്ടുള്ള സാഹചര്യത്തിൽ അത്യന്തം വ്യസനത്തോടു കൂടി ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. സമയം വളരെ കുറവായത് കൊണ്ടാണ്. അങ്ങേക്ക് വളരെയധികം വ്യസനമുണ്ട് അല്ലെ നമ്മൾ ഗസയിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കാത്തതിൽ. അങ്ങ് രോഷം കൊണ്ടല്ലോ ഗസയിലെ വീണ കണ്ണീരിന്റെ പേരിൽ ഇസ്രായേലിനെതിരെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ച് കശ്മീരിൽ 26 ജീവൻ പൊലിഞ്ഞപ്പോൾ ഭാരതത്തിലെമ്പാടുമുള്ള സ്ത്രീകളുടെ സിന്ദൂരം മാഞ്ഞപ്പോൾ എവിടെയായിരുന്നു നേതാക്കൾ? തെമ്മാടി രാഷ്ട്രം എന്നൊരു വാക്ക് നാം കേട്ടില്ലല്ലോ. ആരെയാണ് പേടിക്കുന്നത് ഹസ്കർ? താങ്കളും താങ്കൾ പിന്തുണയ്ക്കുന്ന പാർട്ടിയും. അങ്ങേക്ക് വ്യസനമുണ്ടല്ലേ, അങ്ങേക്ക് രോഷമുണ്ടല്ലേ? ഇതെങ്ങനെ സീസണലായിട്ട് വരുന്ന ഒരു സംഗതിയാണോ ഈ രോഷവും വ്യസനവും ഒക്കെ? പ്ലീസ് നമ്മുടെ ഒരു ലോജിക്കിനെ ചോദ്യം ചെയ്യരുതേ, പറഞ്ഞോളൂ. അങ്ങ് പരിശോധിക്കൂ. എല്ലാ തീവ്രവാദ ആക്രമണങ്ങൾക്കും പിന്നിലും, ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന എല്ലാ തീവ്രവാദ ആക്രമണങ്ങളും പാകിസ്ഥാനാണ് എന്ന രീതിയിൽ, പഴയ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പഴയ പ്രിൻസിപ്പിളുമായിട്ടാണ് നമ്മൾ ഇപ്പോഴും വിദേശകാര്യ നയത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഭീകരവാദ ആക്രമണങ്ങളിലും അതിന്റെ ഉത്തരവാദികൾ കൃത്യമായി പാകിസ്ഥാനാണ് എന്ന് എഴുതി വെക്കപ്പെടുന്നു എന്ന സാഹചര്യമാണ്. എന്തുകൊണ്ട് ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറ്റക്കാരായി ഈ 6 തീവ്രവാദികൾ കടന്നു വന്നു? ഏതെങ്കിലും ഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഇന്ത്യയുടെ പാർലമെന്റ് വിളിച്ച്, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് അവകാശപ്പെടുന്ന പാർലമെന്റ് വിളിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് നാളിതുവരെ ഇന്ത്യയുടെ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ലെന്നേ. ഇന്ത്യ ഗവൺമെന്റ് ജനാധിപത്യത്തെ ആശ്ലേഷിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ചെയ്യേണ്ടിയിരുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് എന്തുകൊണ്ട് വന്ന തീവ്രവാദികൾ എവിടേക്ക് പോയി എന്നും അവരെ നാളിതുവരെ പിടിക്കാൻ കഴിയാതിരിക്കുന്നു എന്നുള്ളതും അതൊരു വലിയ ചോദ്യമായി, സംശയമായി ഇന്നും അവശേഷിക്കുന്നു.
ഓപ്പറേഷൻ സിന്ദൂറിനെ ആരും നിഷേധിക്കുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂർ നടത്തി വിജയത്തെ ആരും ഒരു തരത്തിലും വില കുറച്ച് കാണുന്നില്ല. മറിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ ശ്രേണിയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും അത് ചർച്ച ചെയ്യേണ്ട വേദി ഇന്ത്യയുടെ പാർലമെന്റ് ആണെന്നും ലോക രാജ്യങ്ങളിലെ ആകമാനം ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി ഇന്ത്യൻ പാർലമെന്റിനുള്ളിലും അത് ചർച്ചയാവണം എന്നും തന്നെയാണ് എന്റെ പക്ഷം. അതിലൊരു മാറ്റമില്ല. അതിൽ പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്നോ മാത്രമല്ലല്ലോ കാണുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഭവ സമൃദ്ധി, വിഭവശേഷി ഇന്ത്യ പോലെ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ഇന്ത്യ വിരുദ്ധമായതുകൊണ്ടും ഇന്ത്യക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ മാത്രമാണ് അവരുടെ ഭരണാധികാരികളുടെ മികവ് എന്നും കരുതി പോരുന്ന ഒരു ഭരണകൂടം നിലനിന്നതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരം കൂപ്പുകുത്തുന്ന രാഷ്ട്രീയ പരാജയങ്ങളിലേക്ക് ചെന്നുപെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. അത് മനസ്സിലാക്കിയാൽ ഇന്ത്യ വെച്ചു പുലർത്തുന്ന അന്ധമായ പാകിസ്ഥാൻ വിരോധവും ഒരുപക്ഷെ നാളെ ഇന്ത്യയെ ഇത്തരം ഒരു കൂപ്പുകുത്തലിലേക്ക് എത്തിക്കും എന്ന് മാത്രമേ പ്രവചനാത്മകമായി